ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നലെയാണെങ്കിൽ നെയ്യാർ ഡാമിൽ പോയ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമിൽ ചീങ്കണ്ണി പാർക്കിൽ കയറി ചീങ്കണ്ണികളൊക്കെ കണ്ടു. ഒരു 10-15 ചീങ്കണ്ണികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇതൊന്നും അവർ പ്രോപ്പറായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കുറച്ച് ചീങ്കണ്ണികളെയൊക്കെ ഉണ്ട്. ഡാമിൽ നിറയെ ചീങ്കണ്ണികളായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിനും കയറിയില്ല. അഥവാ ബോട്ടെങ്ങാനും പറഞ്ഞ് വെള്ളത്തിൽ വീഴുവാണെങ്കിൽ വല്ല ചീങ്കണ്ണിയും പിടിച്ച് തിന്നുന്നതിന് ഭേദം അങ്ങനെ ഇരിക്കുന്നില്ല ചുമ്മാതായിട്ട്. അതുകൊണ്ടൊന്നുമല്ല, നമ്മൾ കയറിയില്ല. 6 പേരുണ്ടെങ്കിലും ഒന്നിച്ച് കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ 4 പേരല്ല ഉള്ള. പിന്നെ നമ്മൾ തിരിച്ച് ചീങ്കണ്ണി പാർക്കിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ മുളയരിയുടെ പായസം മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പിള്ളേർക്കും താല്പര്യമില്ല. അണ്ണൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറിയത്തിന് കൊടുത്തപ്പോൾ മറിയത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് ചിരി കിടക്കാൻ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് തിരിച്ച് ഡാമിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ അങ്ങോട്ടും അവിടെ താഴോട്ട് നല്ല പാർക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സമയമില്ലായിരുന്നു. നമ്മൾ പോയെന്നൊന്ന് വരുത്തിയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നല്ലതായിട്ടൊന്നും കയറി കണ്ടില്ല കേട്ടോ. 1.5 മണിക്കൂറൊക്കെ അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കോവളം വഴി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല റോഡാണ്. ഇപ്പോൾ തിരുവനന്തപുരം എവിടെ നോക്കിയാലും സൂപ്പർ ബൈപ്പാസും അത് ഫ്ലൈ ഓവറുകളെല്ലാം നല്ല രസമുണ്ട്. അതുവഴിയുള്ള യാത്ര ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നിട്ട് ഈ ഗൂഗിളമ്മച്ചിയെ നമ്മൾ വിശ്വസിച്ച് പോകരുത് കേട്ടോ. പോയാൽ അവരിങ്ങനെ പിടിക്കേണ്ടത് മൂക്ക് വളഞ്ഞ് മൂക്കെ പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ യാത്ര ഇട്ട് ചുറ്റിക്കും കേട്ടോ. അങ്ങനെ നമ്മളൊന്നും കറങ്ങി 1 വേ കൂടെ ഒക്കെ കയറിപ്പോയായിരുന്നു. എന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ കോവളത്തോട്ട് പോവുകയാണ്. നല്ല വെയിലുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ യാത്രയ്ക്ക് അലമ്പൊന്നുമില്ല. എന്നാൽ ഈ വെയിൽ കൂടുതലടിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിക്കുമല്ലോ. എന്ന് വെച്ചാൽ മഴയത്ത് യാത്ര ചെയ്യാനും ഒക്കത്തില്ല. പിന്നെ മറിയോ ആദ്യത്തും ഒന്നും ജൈൻസായിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കോവളത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കടൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കടലെന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ്. പണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. വീട്ടിലൊക്കെ പറയാം, ഈ കടൽ തീരമുള്ള ഭാഗത്തൊക്കെ കാണാൻ കല്യാണം കഴിച്ച് വിടണമെന്ന്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു എന്നെ കല്യാണം കഴിച്ചിട്ട്. മലനിരകളിലോട്ടാണ് എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് കടൽ കാണുമ്പോൾ എപ്പോഴും അതൊരു എന്തുവാണ്, നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. എന്താ പറയുന്നത്, എന്താ പറയുക, കടൽ നമ്മുടെ സങ്കടവും സന്തോഷവും എല്ലാം കടലിൽ ലയിപ്പിച്ച് പോകുന്നത് പോലെ ആ തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദേഷ്യമാണെങ്കിൽ സങ്കടമാണെങ്കിൽ സന്തോഷമാണ്. അതുപോലൊരു പ്രതീതിയാണ്. ഈ കടലിൽ പോയി അങ്ങനെ ആ തിരമാലകളിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എനിക്കറിയത്തില്ല, കടലിനോട് എന്തെങ്കിലും ഇഷ്ടമാണ്. അപ്പം എപ്പോൾ കടൽ തീരത്ത് പോയാലും ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ കളിക്കും, ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു അത്ഭുതമാണ് കടലെന്ന് പറയുന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അതിനെ തീരം കുറച്ചേ ഉള്ളായിരുന്നു. കോവളത്തെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് അങ്ങനെ കിടക്കുമല്ലോ. പിന്നെ നമ്മൾ ഒത്തിരി നേരം നിന്നില്ല കേട്ടോ. ഒരു 1/2 മണിക്കൂർ പോലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അപ്പോഴത്തേന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, ഇറങ്ങിയോ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിളി വന്നു. അപ്പോഴത്തേനും പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ മറിയോ അത്യാവശ്യം അലമ്പായിരുന്നു. കാരണം വണ്ടിയിലിരുന്ന് ഉറങ്ങിയതുകൊണ്ട് അവൾ ഭയങ്കര മോശമായിട്ടായിരുന്നു. മറ്റേത് സാധാരണ കടലിൽ ഇറങ്ങി അവളും കിടന്ന് കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ മണൽ ദേഹത്തായി വെള്ളമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ ഒരു പട്ടുപാടി ഉടുപ്പിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോയി. പിന്നെ ഒരു ഫ്രോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെയും പട്ടുപാടി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആണെങ്കിൽ ആ ഉറക്കക്ഷീണം നമുക്ക് അങ്ങോട്ട് മാറിയില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൾ മഹാലമ്പാണ് കേട്ടോ. നമ്മൾ പിന്നെ കോവളത്ത് ലീല ഗ്രൂപ്പിൻ്റെ ആ റിസോർട്ടാണ്, ഹോട്ടലാണ്, എന്താ സാധനം, അതുവഴിയൊക്കെ പോയി. പിന്നെ അവിടെ 2 മദാമ്മമാരെ കണ്ടു. ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ആശ്ചര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്നു. പിന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു തിരിച്ച് വരുമ്പോൾ ലുലു മാളിൽ കയറണം, കോവളം ബീച്ചിലൊക്കെ കയറണമെന്ന്. പക്ഷേ നമ്മൾ വീട്ടിൽ അത്തായും അമ്മായും എൻ്റെ അത്തായും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ 3 പേരും ഉണ്ട്. അപ്പോൾ അവർക്ക് അത്താഴമൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ
താമസിച്ച് വരാൻ പറ്റത്തില്ലല്ലോ, അപ്പം നേരത്തെ പോകണമല്ലോ. അങ്ങനെ ലുലുമാളിലൊക്കെ കയറി എങ്ങനെ നമ്മുടെ 2-3 മണിക്കൂർ പോകുന്ന വഴി അറിയത്തില്ല. പക്ഷേ പിള്ളേർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരുന്നായിരുന്നു ലുലുമാളിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മളവിടെ കയറിയില്ല. നമ്മളവിടെ റോഡിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇത് ആക്കുളം കായലാണെന്ന് തോന്നുന്നു. ഈ കായലിൻ്റെ പേരൊന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേര് അറിയത്തില്ല. പിന്നെ അനന്തപുരി ഹോസ്പിറ്റലൊക്കെ കണ്ട് പിന്നാണ് നമുക്ക് കിട്ടിയ 8ൻ്റെ പണി. നമ്മളും ധൃതി പിടിച്ച് 4 മണിയായപ്പോഴേ ഇറങ്ങിയതാണ് കോവളത്ത് നിന്ന് കേട്ടോ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 8 മണിയായി. കാരണം 2.5 മണിക്കൂർ റോഡിൽ വെറുതെ കിടന്നു. നമ്മൾ വേറെ എങ്ങും കയറിയില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ കിലോമീറ്ററുകൾ നീളുന്ന ക്യൂ ആയിരുന്നു കേട്ടോ. ഈ ഓണം അവധിയുടെ കഴിഞ്ഞതും പിന്നെ ചതയത്തിൻ്റെ ആഘോഷമൊക്കെ റോഡുകളിൽ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റേതായ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റോഡൊക്കെ എത്ര വികസിച്ചെന്ന് പറഞ്ഞാലും വണ്ടികൾ കുഞ്ഞു ഓടുന്നത് കാരണം ഇത്രയും റോഡൊന്നും പോരെന്ന് തോന്നുന്നു. അതുകൊണ്ട് യാത്രയുടെ സുഖം അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ വണ്ടിയിലിരുന്ന് നമ്മൾ മടുത്തെന്ന് പറഞ്ഞാൽ അങ്ങ് മടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഒരിടത്ത് കയറിയപ്പോൾ അവിടെ ആണെങ്കിൽ മുടിഞ്ഞ തിരക്കേട്ടെ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് കുറച്ച് 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞപ്പോൾ നല്ല കൊച്ചു പിള്ളേരൊക്കെ നടത്തുന്നൊരു കഫ്തീരിയ എന്നങ്ങാണ്ടാന്ന് തോന്നുന്നു പേര്. നല്ല റോഡ് സൈഡിൽ നല്ല ആംബിയൻസുള്ള അവിടെ ഇരുന്നൊരു ചായ കുടിച്ചാൽ അത് കുടിച്ചതായിട്ട് നല്ല ഫീലിംഗ് ആണ് നമുക്ക്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞാനൊരു ബ്രൂ കോഫിയാണ്, ഒരു കട്ടൻ കാപ്പി, പിള്ളേർക്ക് ഹോർലിക്സും പിന്നെ ഓരോ സമോസയും മുട്ട ബജ്ജിയൊക്കെ മേടിച്ച്. അപ്പോഴത്തേനും എൻ്റെ ഫോൺ അങ്ങ് ഓഫായി പോയായിരുന്നു കേട്ടോ. പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് റെഡിയായിട്ടിരുന്നു. അവിടുത്തെ വീഡിയോ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്ന. അല്ലെങ്കിൽ ആലിപ്പഴം പോകുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ നമ്മുടെ അവസ്ഥ. ഇവിടെ നല്ലൊരു സാധനമുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉടക്ക് വരും കേട്ടോ. അതുപോലെയാണ് നമ്മുടെ ചാനലിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചാനലൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കുകളും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അങ്ങനെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇനിയും കാണുന്നിടം വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.